ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിക്കാം. ദുഃഖത്തിന് ചില കാരണങ്ങൾ നോക്കിയാലോ. സ്നേഹത്തെ പ്രതി ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ഭാരമായി തോന്നും. സ്നേഹത്തെ പ്രതി ജോലികളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് അത് കഷ്ടതയായി തോന്നുകയില്ല. അല്ലലില്ലാത്തവരായി ആരുമില്ല, പക്ഷേ സന്തോഷത്തോടെ ജീവിക്കുന്നവരുമുണ്ട് എന്ന കാര്യം നാം മറന്നു പോകാതിരിക്കണം. കാരണം അവർ സ്നേഹത്തോടു കൂടിയാണ് അവരുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നത്. ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം പല ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ലൗകികമായി ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർ വേണ്ടെന്ന് വെക്കേണ്ടതായി വരും. തീർച്ചയായും അതൊരു ദുഃഖമായി തോന്നിയേക്കാമെങ്കിലും ക്രമേണ അത് അനുഗ്രഹമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദുരാശകൾക്കും എൻ്റെ സ്വാർത്ഥ പ്രവൃത്തികൾക്കും എതിരെ സമരം ചെയ്യാൻ അങ്ങ് എനിക്ക് കൃപ തരണമേ എന്ന്. ഓക്കെ, താങ്ക് യു.